അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഷാനിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വിവാഹത്തിന് മുന്നേ കണ്ട ആളുകളല്ലല്ലോ ഇപ്പോൾ തൻ്റെ ഒപ്പമുള്ളതെന്ന് അവൾ ഒരു നിമിഷം ചിന്തിക്കാതിരുന്നില്ല. ആരും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നതല്ലാതെ വേറെ സംസാരങ്ങളൊന്നും അവളുമായില്ല. തന്നെ വേർതിരിച്ച് കാണുന്ന പോലെ ഒരു ഫീൽ. ചിലപ്പോൾ എല്ലാം തൻ്റെ തോന്നലുകളാണെങ്കിലോ. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് അവർ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയതാവും. അവൾ സ്വയം സമാധാനിച്ചുകൊണ്ട് അവളുടെ ജോലി തുടർന്നു. എന്നാൽ കഴുകും തോറും സാജിദയും സക്കീനയും വീണ്ടും വീണ്ടും സിങ്കിലേക്ക് പാത്രങ്ങൾ കൊടുന്നിട്ട് കൊണ്ടേയിരുന്നു. ഞാനേ കിടക്കാൻ പോകാണേ. ഞാനും വരാം. മോൾ ഇതൊക്കെ കഴുകിക്കഴിഞ്ഞേ ലേറ്റ് കിടത്തിയിട്ട് പോയി കിടന്നോ. എനിക്ക് 10 മണിയാകുമ്പോഴും ഗുളിക കഴിച്ച് കിടക്കണം. അതാ. സാജിദ പോയതിനു ശേഷം ഷാനിയോട് പറഞ്ഞുകൊണ്ട് ഉമ്മ സക്കീനയും പോയി. ഷാനി ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. കണ്ണുകൾ എന്തിനോ നിറയുന്നു. എന്താ ഇങ്ങനെയൊക്കെ? അവർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. സിങ്കിൽ നിറഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ കാണുമ്പോൾ അവൾക്ക് സങ്കടം കൂടിക്കൂടി വന്നു. ഇത്രയധികം പാത്രങ്ങൾ ഇതുവരെ ഞാൻ കഴുകിയിട്ടില്ല. ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കെങ്കിലും കാര്യമായിട്ടുള്ള പണികളൊന്നും ഉമ്മച്ചി എന്നെക്കൊണ്ട് ചെയ്യിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്ര പാത്രങ്ങളൊക്കെ ഒരേ നിൽപ്പിൽ കഴുകി തുടങ്ങിയപ്പോൾ അവൾക്ക് നടുവിന് വല്ലാത്തൊരു വേദന തോന്നി. ഓരോന്ന് ആലോചിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചു. ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കാണാൻ തോന്നുന്നുണ്ട്. ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം നിറയുന്നത് പോലെ. എനിക്ക് ആരുമില്ലാതായോ? അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു. നിറഞ്ഞു വരുന്ന കണ്ണുകളൊപ്പം തുടച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ആ പാത്രങ്ങൾ മുഴുവനും അവൾ കഴുകിയെടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ നടുവിന് കൈകുത്തി ഒന്ന് നിവർന്നു. 1-2 മിനിറ്റ് അവിടെ സ്ലാബിലായിരുന്ന് റെസ്റ്റ് എടുത്ത ശേഷം അവൾ കുടിക്കാനുള്ള വെള്ളമെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. 4 മുറികളുള്ള 2 നില വീടാണ് സമദിൻ്റേത്. മുകളിലെ ഒരു റൂമാണ് അവരുടേത്. ഷാനി വെള്ളവുമായി റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടു ആർക്കോ ഫോൺ വിളിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്നവനെ. അവളെ കണ്ടതും അവൻ ചിരിച്ചപ്പോൾ തിരികെ തെളിച്ചമില്ലാത്തൊരു ചിരി അവളും നൽകി. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ജഗ് ഒരു ചെറിയ ടേബിളിലേക്കായി വെച്ചുകൊണ്ടവൾ കബോർഡ് തുറന്ന് ഒരു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. പാത്രം കഴുകിയതിൻ്റെ ഭാഗമായിട്ട ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നനഞ്ഞിരുന്നു. ഷാനി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ സമദ് കോൾ വിളി കഴിഞ്ഞ് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഫോൺ മാറ്റിവെച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ? അവൾ അവളുടെ ഫോൺ തിരിഞ്ഞ് കയ്യിലെടുത്തുകൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ സമ്മതം പോലെ തലയാട്ടി. ഷാനി ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിച്ചു. 2-3 വട്ടം റിങ് ചെയ്തപ്പോൾ തന്നെ കോൾ കണക്റ്റായി. മോളെ ഷാനി. ഉമ്മയുടെ ആ വിളി കേൾക്കവേ ഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഉമ്മ. ശബ്ദത്തിൽ ഇടർച്ച വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ഉപ്പാനോട് ഇപ്പം പറഞ്ഞതേന്ന് മോളെ. പിന്നെ ഈ അവിടെ ഉള്ളവരൊപ്പം തിരക്കിലാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിനിടയിൽ വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും ഇങ്ങോട്ട് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്തൊക്കെ ഉണ്ട് മോളെ? എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു കുഴപ്പമില്ലല്ലോ. അവരൊക്കെ നല്ല ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും കാണില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങളെ സമാധാനം. ഉമ്മ പറയുന്നതൊക്കെ ഷാനി മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നേയുള്ളൂ. എന്താ മറുപടി പറയേണ്ടതെന്നറിയാത്ത അവസ്ഥ. ഒറ്റ ദിവസം കൊണ്ട് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിൽ ആ ചിന്ത വന്നപ്പോൾ അവൾ കണ്ണൊക്കെ തുടച്ചു. ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മ. ഇവിടെ സുഖമാണ്. എനിക്ക് നിങ്ങളൊക്കെ കാണാൻ തോന്നുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴും അതൊന്നും മനസ്സ് അംഗീകരിക്കാത്ത പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. വീണ്ടും കുറച്ചു നേരം എല്ലാവരോടുമായി സംസാരിച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചു. എന്താടോ, തൻ്റെ സങ്കടമൊക്കെ മാറിയില്ലേ? ഫോൺ വെച്ച ശേഷവും നിന്നിടത്തു നിന്നും അനങ്ങാതെ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് സമദ് ചോദിച്ചപ്പോൾ ചിന്തകളിൽ മുഴുകിയിരുന്ന ഷാനി പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മൂളി. ഇത്ര നേരമായിട്ടും താനൊരാൾ ഇവിടെ ഉണ്ടെന്ന ചിന്ത പോലും അവനെപ്പോഴാണ് വന്നതെന്നവൾ ചിന്തിക്കാതിരുന്നില്ല. കയ്യിലെ ഫോൺ ടേബിളിലേക്ക് വെച്ചോൾ മുടിയൊന്ന് ചുറ്റിക്കെട്ടിക്കൊണ്ട് ബെഡിൻ്റെ ഒരറ്റത്തായി വന്നു കിടന്നു. സമദിനോട് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണവൾ. നെഞ്ചിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ഷാനി, നിനക്ക് വീടും നമ്മുടെ റൂമൊക്കെ ഇഷ്ടമായോ? അവൾ കിടന്നതും പിറകിൽ നിന്ന് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ദേഹത്തേക്ക് ഒട്ടിക്കൊണ്ടവൻ ചോദിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഷാനി ഒന്ന് നെട്ടിയിരുന്നു.
ആ ഇഷ്ടായി. വല്ലാത്തൊരു വെപ്രാളത്തോടെ അതും പറഞ്ഞുകൊണ്ടവർ ഒന്നുകൂടി നീങ്ങിക്കെടുക്കാനൊരുങ്ങി. പക്ഷെ അവൻ്റെ പിടുത്തം മുറുകയും ഒപ്പം പിൻകഴുത്തിൽ ചുംബിക്കുകയും ചെയ്തതോടെ ഷാനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. മനസ്സ് ശരിയല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ടാവും അവൻ്റെ പ്രവൃത്തികൾ അവളിൽ വല്ലാതെ അസ്വസ്ഥത നിറക്കുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് സുഖമില്ല, നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങട്ടെ. അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു കൊണ്ടവൾ പറഞ്ഞു. ഉറങ്ങേ? വെറുതെ എങ്ങനെ ഉറങ്ങാനാണോ നീ കല്യാണം കഴിച്ചത്? അവൻ്റെ കടുപ്പമുള്ള മറുപടിയിൽ അവൾ പറഞ്ഞത് അവനിഷ്ടമായില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതല്ല, ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ മനസ്സാലൊന്ന് അടുപ്പായിട്ട് ജീവിച്ച് തുടങ്ങാന്ന്. ഇന്ന് എനിക്കൊന്നിനൊരു താല്പര്യം തോന്നുന്നില്ല. നാളെ ഞാനൊന്ന് ഓക്കെ ആവും. അവനെന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാലോ എന്ന ചിന്ത വന്നപ്പോൾ അവളൊരു സമാധാനത്തിൽ പറഞ്ഞു. ഇന്നലെ പിന്നെ ആദ്യത്തെ ദിവസമായതുകൊണ്ടല്ലെന്ന് വിചാരിച്ച് ഞാനേ സ്വയം കൺട്രോൾ ചെയ്തതാ. നിന്നെപ്പോലെ ഒരു സുന്ദരി ഭാര്യയെ കിട്ടിയിട്ട് നോക്കി കിടക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഇനി എന്നെക്കൊണ്ട് കാത്തിരിക്കാനൊന്നും പറ്റില്ല. നിന്റെ മൂടൊക്കെ ഇപ്പം ശരിയാവും. അവളെക്കുറിച്ച് ബലമായി തന്നെ തിരിച്ചു കൊണ്ടതിനോടൊപ്പം അവൻ പറഞ്ഞു. എന്നാൽ അവൻ്റെ ഓരോ വാക്കുകളും കൂരിരുമ്പ് പോലെയാണ് അവളുടെ ഹൃദയത്തിൽ കുത്തിക്കേറിയത്. ഇന്നലെ വരെ കണ്ട വ്യക്തിയല്ല ഇന്ന് മുന്നിലുള്ളതെന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കി. അവൻ്റെ സംസാരശൈലി പോലും മാറിയിരിക്കുന്നു. ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു. ഷാനിയുടെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം സമത അവളിലെ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അവളുടെ ആദരങ്ങളെ അവൻ ആവേശത്തോടെ നുണഞ്ഞെടുക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നതും അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നോക്കമൊന്ന് തള്ളി അവൾ. ഒന്ന് ആഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ തന്നെ വീണ്ടും അവൻ മുഖം അവൾ കഴുത്തിടക്കയിലാകി പൂഴ്ത്തിയിരുന്നു. അവൻ്റെ കൈകളുടെയും ചുണ്ടുകളുടെയും ചലനം അവളിൽ വികാരമുണ്ടാക്കുന്നതിന് പകരം അരോചകമാക്കുമായിരുന്നു. ആ ലൈറ്റ് ഓഫാക്കോ? അവളിൽ നിന്നും ഓരോ വസ്ത്രമായി അയച്ചു മാറ്റുന്നവനെ നോക്കി ദയനീയമായ നോട്ടത്തോടെ ചോദിച്ചു. ഏയ് എന്തിനെ? ലൈറ്റ് ഉണ്ടായിക്കോട്ടെ, വെളിച്ചത്തിൽ കാണുമ്പോൾ വല്ലാത്തൊരു കിക്ക്. അവളുടെ ശരീരത്തെ ആർത്തിയോടെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടവൾ പറയുമ്പോൾ ആ നോട്ടം ഇഷ്ടപ്പെടാതെ അവൾ രണ്ടു കണ്ണും ഇറുക്കി അടച്ചു. സമയം നീങ്ങും തോറും രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളെല്ലാം വേർപ്പെട്ടിരുന്നു. ഷാനി കണ്ണുകൾ തുറക്കാനാവാതെ അടച്ചു കിടന്നു. അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവളുടേത്. ഒടുവിൽ അവളിലേക്ക് ആഞ്ഞിറങ്ങാൻ ശ്രമിക്കുന്നേരം അതുവരെ ഇല്ലാതിരുന്നൊരു വേദന അനുഭവപ്പെട്ടതും ബെഡിൽ നിന്ന് എണീറ്റിരുന്നു ഷാനി. തൻ്റെ പ്രവൃത്തിയിൽ മുടക്കം വരുത്തിയതിൻ്റെ ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി. എനിക്ക് വേദനിക്കുന്നുണ്ട്. അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലാക്കി അവൾ പറഞ്ഞു. കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ ശരിയാവും. നിനക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലേ? അവൻ്റെ ചോദ്യത്തിൽ അവൾ ഇല്ലെന്ന് തലയനക്കി. ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് താത്താരും ഭാബിമാരുമൊക്കെ പറഞ്ഞു തന്നെങ്കിലും വേദനയുണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു. നീ കിടന്നേ, വേദനയൊക്കെ മാറിക്കോളും. ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നവളെക്കുറിച്ച് ബലമായി തന്നെ അവൻ ബെഡിലേക്ക് കിടത്തി. വീണ്ടും വീണ്ടും അവൻ്റെ പ്രവൃത്തികൾ തുടങ്ങി. പലയാവർത്തി അതിനെ തടയാൻ ശ്രമിച്ചവളെ അവൻ കൈക്കുള്ളിൽ ഒതുക്കി. ഷാനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. വേദനയാകുന്നുണ്ടെന്ന് പലതവണ അവനോട് പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും വകവെക്കാതെ അവൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. ഓരോ തവണ അവളിൽ ആഴ്ന്നിറങ്ങുമ്പോഴും അവൻ അതിൽ സുഖം കണ്ടെത്തുകയാണെങ്കിൽ ജീവൻ പോകുന്ന വേദനയിൽ അവൾ കിടന്ന് പിടയുകയായിരുന്നു. മനസ്സിനുണ്ടായിരുന്ന വേദനയ്ക്ക് പുറമെ ശരീരവും വേദനയാൽ നീറുകയാണ്. ഇതായിരുന്നോ താൻ ആഗ്രഹിച്ച ജീവിതം? ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ട സ്വപ്നങ്ങൾ? ഇതാണോ യഥാർത്ഥ ദാമ്പത്യ ജീവിതം? ആ വേദനകൾക്കിടയിലും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. സമത അവൻ്റെ പ്രവൃത്തി കഴിഞ്ഞതും താഴെ വീണ് കിടക്കുന്ന മുണ്ടെടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നതുമൊക്കെ കിടന്ന കിടപ്പിൽ അവൾ അറിഞ്ഞു. കൈക്കൊണ്ട് പരിധിയെടുത്ത് അടുത്ത് കിടന്ന ബ്ലാങ്കറ്റ് എടുത്തവൾ ശരീരത്തിലേക്കിട്ടു. എഴുന്നേൽക്കണം, ഡ്രസ്സ് എടുത്ത് മാറ്റണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്നിനും കഴിയാത്തൊരവസ്ഥ പോലെ. അരയ്ക്ക് താഴോട്ട് തളർന്ന പോലെ അടിവയറ്റിൽ വല്ലാത്തൊരു വേദന. ശരീരം അനക്കാൻ കഴിയുന്നില്ല. ഷാനിക്കൊന്നുറക്കെ പൊട്ടിക്കരയാൻ തോന്നി. പക്ഷെ അതിനും സാധിക്കുന്നില്ല. ശരിക്കും കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോയവരാണോ? അതും അവൾക്ക് അറിയുന്നില്ല. ആരോടെങ്കിലും ചോദിച്ചറിയണം.
പക്ഷെ ആരോട്? പല ചിന്തകളുമായി കിടന്നവൾ ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സ്വബോധത്തിലേക്ക് വന്നു. സമ്മതമെന്ന ലൈറ്റ് കടത്തി ഡെം ലൈറ്റായിട്ട് ബെഡിൽ കയറി ഉറക്കമാവുന്നത് വരെ ഷാനി ആ കിടന്നു. അവൻ ഉറങ്ങിയതും അവൾ പതിയെ ബെഡിൽ നിന്നെണീറ്റ് നിലത്ത് ചിതറിക്കിടന്ന ഡ്രസ്സൊക്കെ കഷ്ടപ്പെടുത്ത് കയ്യിലെടുത്തു. ടോപ്പ് മാത്രം ഇട്ടുകൊണ്ട് ബാക്കി വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് നടന്നു. ഓരോ അടി വെക്കുമ്പോഴും വീഴാൻ പോകുന്നത് പോലെ തോന്നിയപ്പോൾ ചുമരിൽ പിടിച്ചുകൊണ്ടവൾ വേച്ചു നടന്നു. വേദന കൊണ്ട് കണ്ണുകൾ നിറയുകയും കാഴ്ച മറയുമ്പോൾ കണ്ണൊക്കെ തുടയ്ക്കുകയും ചെയ്തു. ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ പലയിടങ്ങളിൽ നീറുന്നുണ്ടായിരുന്നു. ഒരുവിധം മേലൊന്നു കഴുകി ഡ്രസ്സ് മാറ്റിക്കൊണ്ടവൾ ബെഡിൽ കിടന്നു. അപ്പോഴേക്കും മനസ്സ് പല വഴിക്കുള്ള ചിന്തകളിലായിരുന്നു. അതിൻ്റെയൊക്കെ അവസാനം ഉമ്മയെ കാണണമെന്നൊരു ചിന്ത വന്നതും വീണ്ടും വീണ്ടും കണ്ണുകൾ നിറയാൻ തുടങ്ങി. രാത്രിയിൽ ഏറെ വൈകിയാണ് അവളൊന്നുറങ്ങിയത്. വാതിലിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഷാനി കണ്ണുകൾ തുറക്കുന്നത്. ക്ഷീണം കാരണം നല്ല ഉറക്കത്തിൽ പെട്ടിരുന്നു അവൾ. ജനലിനുള്ളിലൂടെ തെളിഞ്ഞു കാണുന്ന വെളിച്ചം നേരം വെളുത്തുന്നവൾ മനസ്സിലാക്കി. ഇപ്പോൾ എവിടെയാണെന്ന ചിന്ത വന്നതും പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അടിഭാഗത്ത് അനുഭവപ്പെട്ട വേദന അവളെ ഇന്നലത്തെ രാത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വാതിലൊന്ന് തുറന്നു നോക്കിയേ. ഉറക്കം മുറിഞ്ഞതിൻ്റെ ദേഷ്യത്തോടെ സമ്മത പറഞ്ഞപ്പോൾ ഷാനി ബെഡിൽ നിന്നിറങ്ങി വേദന സഹിച്ചു പിടിച്ച് നടന്നു പോയി വാതിൽ തുറന്നു. മുന്നിൽ ദേഷ്യം കൊണ്ട് വീർത്ത മുഖത്തോടെ നിൽക്കുന്ന ഉമ്മയെ കണ്ടതും അവരുടെ ചിരിച്ച മുഖം മാത്രം കണ്ട് പരിചയമുള്ള ഷാനിക്ക് അവരുടെ ആ മുഖഭാവം ഉള്ളിൽ പേടിപ്പെടുത്തുന്നതായിരുന്നു. അല്ല, നേരം വെളുത്തത് അറിയാണ്ടെയാണോ അതോ സ്വന്തം കുടുംബത്തിൽ കിടന്നിറങ്ങും പോലെ കെട്ടിച്ചു വിട്ട വീട്ടിലും കിടക്കാമെന്ന് കരുതിയിട്ടാണോ നേരെ ഇത്രയായിട്ട് ഈ എഴുന്നേൽക്കാത്തേ? ഇവിടെ 8 മണിക്ക് എല്ലാവർക്കും ചായ കുടിക്കണം. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്ന പ്രായമൊന്നല്ല എൻ്റെ. രാവിലെ എന്നും എന്നെക്കൊണ്ടെങ്ങനെ കയറാൻ ഇടവരുത്തട്ടോ. വളരെ ഗൗരവമേറിയ ശബ്ദത്തോടെ അതും പറഞ്ഞുകൊണ്ട് ഉമ്മ വെട്ടിത്തിരിഞ്ഞു പോയപ്പോൾ എല്ലാം കേട്ടൊരു പാവക്കണക്കെ നിൽക്കാനേ ഷാനിക്ക് കഴിഞ്ഞുള്ളൂ. മനസ്സിലെ ചിന്തകളെ ശരിവെക്കും പോലെയാണ് ഓരോരുത്തരുടെയും പ്രവൃത്തികൾ. പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ തെളിഞ്ഞു വരികയാണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മേശക്കരികിലേക്ക് ചെന്നു. ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി. 6 മണി എന്ന് കണ്ടതും ഇന്നും രാവിലെ 5 മണിക്ക് എണീക്കണം, കുളിച്ചു അടുക്കളയിൽ കയറി അവിടുത്തെ ഉമ്മയെ സഹായിക്കണം എന്നൊക്കെയുള്ള ഉമ്മയുടെ വാക്കുകൾ ഓർമ്മയിലേക്ക് വന്നു. പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതല്ലല്ലോ സംഭവിച്ചതെല്ലാം എന്നവൾ ചിന്തിച്ചു. രാത്രിയിൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ക്ഷീണം കാരണം നേരം വെളുത്തതൊന്നും അറിഞ്ഞില്ല. അലാറം വെക്കാനും പറ്റിയില്ല. ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി കുളിക്കുമ്പോഴും മനസ്സിൽ പല കാര്യങ്ങളും വന്നുകൊണ്ടേയിരുന്നു. ഒക്കെയും മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ വേദനയുടെ കാഠിന്യം കൂടിയിരിക്കുന്നുവെന്ന് ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നു. ഉമ്മാൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ തോന്നിയതുകൊണ്ട് വേദനകളെയെല്ലാം സഹിച്ചു പിടിച്ചവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറ്റി. റൂമിൽ നിന്നിറങ്ങുമ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്നവനെ ഒന്ന് നോക്കി. ഇന്നലെ രാത്രി വരെ അവനെ കാണുമ്പോൾ തോന്നിയിരുന്ന വികാരങ്ങളല്ല ഇപ്പോൾ അവനെ കാണുമ്പോൾ ഉള്ളതെന്ന് വേദനയോടെ അവൾ തിരിച്ചറിയുകയായിരുന്നു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ പത്തിരിക്ക് പൊടി വാട്ടുന്നതാണ് കണ്ടത്. ഷാനി ചുറ്റിലും നോക്കിയപ്പോൾ വേറെ ആരെയും കണ്ടില്ല. ആരും എണീച്ചിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. ആ വന്നോ? ഇത് നന്നായി കുഴച്ചെടുത്ത് പരത്തിക്കോ. വാട്ടിയ പൊടി ചൂടോടെ സ്ലാബിലേക്ക് വെച്ചുകൊണ്ട് തെളിച്ചമില്ലാത്ത മുഖത്തോടെയാണ് അവരത് പറഞ്ഞത്. ഷാനി അവർ പറയുന്നത് പോലെ കുഴക്കാൻ തുടങ്ങി. കൈ പൊള്ളുന്നത് കൊണ്ട് അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊരു പേടി വന്നതും അവളെക്കൊണ്ട് ആവുന്നത് പോലെ ആ പണി ചെയ്തുകൊണ്ടിരുന്നു. ആൾ കുറച്ചുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഉമ്മ അവൾക്കത് ചെയ്യാൻ കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാനിരുന്നു. ഷാനിക്ക് കുറച്ച് ചെയ്യുമ്പോഴേക്കും ആകെ തളർച്ച തോന്നി. ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും ആരും വന്നില്ല. പത്തിരിയെല്ലാം കുഴച്ച് പരത്തി വെച്ചപ്പോൾ ഉമ്മ അത് ചുടാൻ നിൽക്കുന്ന നേരം കറിക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ വൃത്തിയായി അരിയാനായി അവളെ ഏൽപ്പിച്ചു. ഷാനിക്ക് നടുവിനൊക്കെ വല്ലാത്തൊരു വേദന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് കേട്ടു നിൽക്കുക എന്നല്ലാതെ തൻ്റെ അവസ്ഥ അങ്ങോട്ട് പറയാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ അവളെ ഏൽപ്പിച്ച പണികളൊക്കെ അവളെ കൊണ്ടാവും പോലും ചെയ്തു തീർത്തു. 8 മണിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും ആ സമയമായിട്ടും ആരെയും കഴിക്കാൻ കണ്ടില്ല. രാവിലെ അവളെ നേരത്തെ എഴുന്നേൽപ്പിക്കാൻ മാത്രമേ തിടുക്കമുണ്ടായിരുന്നുള്ളൂ എന്ന്
9 മണിക്ക് ഉറക്കം എണീറ്റ് വന്ന സാഹിറയെയും സാജിദയെയും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. 2 ദിവസത്തെ ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ വിളിക്കാഞ്ഞത്. അടുക്കളയിലേക്ക് വന്ന സാഹിറ പറഞ്ഞപ്പോൾ അതിന് ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ട് ഷാനിക്ക് ശരിക്കും പുച്ഛമാണ് തോന്നിയത്. മക്കളെയും മരുമക്കളെയും 2 തട്ടിൽ കാണുന്ന അമ്മായിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമുണ്ടാകുമെന്ന് കരുതിയതില്ലെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. തൻ്റെ മുഖത്തെ ചെറിയൊരു ക്ഷീണം പോലും എൻ്റെ ഉമ്മാക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എണീറ്റതു മുതലുള്ള തൻ്റെ പ്രയാസം കണ്ടിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു വാക്കുപോലും അവർ ചോദിക്കുന്നില്ലെന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കൾ 2 പേരും എണീറ്റ് വന്നപ്പോൾ തന്നെ ചായ കയ്യിലേക്കെടുത്ത് കൊടുക്കുന്നവർ തന്നോട് എടുത്തു കൊടുക്കാൻ പറയുക പോലും ചെയ്യുന്നില്ല. തിരിഞ്ഞു നിന്നുകൊണ്ട് സ്ലാബ് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണിൽ പടർന്ന കണ്ണുനീർ അവൾ വേഗം തുടച്ചു മാറ്റി. എല്ലാവരും എണീറ്റ് വന്നതോടെ ചായ കുടിക്കാൻ മേശയിലേക്ക് ഇരുന്നു. ഉമ്മയും ഷാനിയും കൂടി എല്ലാവർക്കും കഴിക്കാനുള്ളത് മേശയിലേക്ക് എടുത്തു വെക്കുമ്പോൾ സാഹിറയും സാജിദയും ഉൾപ്പെടെ എല്ലാവരും കൈ കഴുകി കഴിക്കാനിരുന്നു. ഒടുവിലായി വന്നിരുന്നത് ഷാനിയായിരുന്നു. ഉള്ളിലെ വിഷമം കൊണ്ടും വിശപ്പില്ലാത്തത് കൊണ്ടും കഴിക്കുന്നതൊന്നും തൊണ്ടയിലൂടെ ഇറങ്ങാത്ത പോലെ തോന്നിയപ്പോൾ അവൾ എങ്ങനെയോ കഴിച്ചു എന്ന് വരുത്തി വേഗം എണീറ്റ് പോയി. കഴിച്ച പാത്രം കഴുകി വെച്ച് വർക്കേരിയിലെ ചവിട്ടുപടയിലായി വന്നിരുന്നു. അല്ല, അവിടെ നിന്ന് സ്വപ്നം കാണാതെ ആ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് കഴുകിക്കേ. ഉമ്മാൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പിടിഞ്ഞ് എണീറ്റു. മേശക്കടുത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് എണീറ്റ് പോയിട്ടുണ്ട്. ഹാളിൽ സോഫയിൽ TV കൊണ്ട് ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ആ മേശ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. അല്ല, പുതുപെണ്ണെ അടുക്കളയിൽ കയറി തുടങ്ങിയോ? പിന്നിൽ നിന്നും ആരുടെ ശബ്ദം കേട്ടതും ഷാനി തിരിഞ്ഞു നോക്കി. 40-40ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ചിരിയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളും ചെറിയൊരു ചിരി നൽകി. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ? ഒക്കെ ഓളെ ഇഷ്ടത്തിന് ചെയ്യണതാ. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ചെയ്യണ്ടാന്ന്. ഉമ്മയാണ് അതിന് മറുപടി കൊടുത്തത്. ഷാനിക്ക് അവരുടെ മറുപടിയിൽ വലിയ അതിശയമൊന്നും തോന്നില്ല. ഓതിനെ പോലെ നിറം മാറാൻ കഴിവുള്ളവരാണെന്ന് അവർ എന്ന് ഈ സമയം കൊണ്ടവൾ മനസ്സിലാക്കിയതാണ്. നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളങ്ങനെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. ഞാൻ ഈ വീട്ടിലെ പണിക്ക് വന്ന ആളായിരുന്നു. എൻ്റെ പേര് സൂറ. ഇപ്പോൾ ഈ സെക്കീനാത്ത ഉമ്മ നാളെ മുതൽ എന്നോട് പണിക്ക് വരണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാം ചെയ്യാൻ ആളുണ്ടല്ലേ. അവൾ വരുന്നതിന് മുമ്പേ പണിയെടുക്കാൻ മടിയുള്ള ഇവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ഷാനിക്ക് ഒരു സംശയമുണ്ടായിരുന്നു. സൂറത്ത് അത് പറഞ്ഞപ്പോൾ അവളുടെ ആ സംശയം മാറിക്കിട്ടി. ഇനിയിപ്പോൾ പുതിയ വേലക്കാരിയെ കിട്ടിയത് കൊണ്ടാവും അവരെ ഒഴിവാക്കിയതെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ ചെയ്യാം മോളെ. വേണ്ട താത്ത, ഇത് കഴിയാനായി. അതിന് അവൾ തീർത്തോളം. ഈ ആദ്യം മുറ്റക്കൊന്ന് വൃത്തിയാക്കി, എന്നിട്ട് വീട് മൊത്തം ഒതുക്കി അടിച്ച് തുടക്കണം. കല്യാണത്തിൻ്റെ തിരക്ക് കാരണം ആകെ കച്ചേറയാണ്. വൃത്തിയാക്കാൻ കുറേ ഉണ്ടാവും. അതാ ഇന്നും കൂടി എന്നോട് വരാൻ പറഞ്ഞത്. ഉമ്മ അത് പറഞ്ഞ് സൂറയുമായി പോയപ്പോൾ ഷാനി അവളുടെ പണി തീർത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. തന്നെ കണ്ടുകൊണ്ട് ജോലിക്കുള്ള ആളെപ്പോലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കവർ ആ സ്ഥാനമാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അവൾ വേദനയോടെ ഓർത്തു. പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നതും മേശയിലിരിക്കുന്ന ഫോൺ കയ്യിലെടുത്തു. അതിൽ ഉമ്മാൻ്റെ മിസ് കോൾ കണ്ടെങ്കിലും ഉമ്മാക്ക് പിന്നീട് വിളിക്കാമെന്ന് വിചാരിച്ചു. അവൾ മുബിത്താത്ത എന്ന് സേവ് ചെയ്ത നമ്പർ എടുത്ത് കോൾ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഉമ്മയുടെ ഇത്താത്ത ഖദീജയുടെ മോളാണ് മുബീന. വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ഷാനിയേക്കാൾ 2 വയസ്സ് മൂത്തയാളാണ്. ഷാനിക്ക് മറയില്ലാതെ എന്തും ചോദിക്കാനുള്ളൊരു അടുപ്പം അവളുമായതുള്ളത് കൊണ്ട് തന്നെ അവൾ മുബിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. മറുപുറം കോൾ കണക്റ്റ് ആയതും എങ്ങനെ തുടങ്ങുമെന്നൊരു ആവലാതി അവളിലുണ്ടായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഷാനിമോളെ, എന്തൊക്കെ വിശേഷം? ഫോൺ എടുത്ത പാടെയുള്ള മുബിയുടെ വിശേഷം തിരക്കലിൽ അവളുടെ മുഖത്തുള്ള കള്ളച്ചിരി ഷാനിക്ക് കാണാതെ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സുഖം തന്നെ. അവിടെയോ? ഉള്ളിലെ സംഘർഷങ്ങളൊന്നും പുറത്തു വരാതെ നല്ല രീതിയിൽ തന്നെ മുബിയുമായി അവൾ സംസാരിച്ചു. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷം? ഞാനൊരു കാര്യം ചോദിക്കാനാണ് താത്താനെ വിളിച്ചത്. മടിച്ചാണ് ഷാനി അത് ചോദിച്ചത്. ഈ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന്. എന്താടി പെണ്ണെ, വല്ല സംശയം ചോദിക്കാനാണോ? കല്യാണത്തിൻ്റെ തലേന്ന് ഞങ്ങളൊക്കെ കൂടി നിനക്ക് വിശദമായി ക്ലാസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ പകുതിയാകുമ്പോഴും എണീറ്റ് ഓടിയതില്ലേ നീ? എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ സംശയം എന്താണെന്ന് പറയും. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
മുബി തമാശ പോലെ ഓരോന്ന് പറയുമ്പോഴും ഷാനിക്ക് അതൊന്നും കേട്ട് ചിരിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും തൻ്റെ സംശയത്തിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ എന്നതുകൊണ്ട് അവൾ കാര്യം പറഞ്ഞു. പിന്നെ മുബിത്താത്ത, അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവും. ഷാനി ചോദിച്ചു നിർത്തുമ്പോൾ അപ്പുറത്ത് നിന്ന് മുബിയുടെ അടക്കി പിടിച്ചുള്ള ചിരി കേൾക്കാനുണ്ടായിരുന്നു. ആ, അപ്പോൾ അവിടെ വരെയായി കാര്യങ്ങളൊക്കെ. നടക്കട്ടെ. പിന്നെ അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കെട്ടിയന്മാരെ അനുസരിച്ചാവും അതൊക്കെ ശരിയായി വരും. അവരെ സ്നേഹം കൊണ്ടേ അതൊക്കെ മാറ്റിയെടുക്കും. നമ്മുടെ വേദന മാറ്റാനുള്ള അടവുകളൊക്കെ അവരെ കൈവശമുണ്ട്. ഈ ഒന്ന് എൻ്റെ കെട്ടിയവനോട് ചോദിച്ചു നോക്കിടി. മുബി അത് പറഞ്ഞപ്പോൾ ഷാനയ്ക്ക് തലേന്നത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വന്നു തുടങ്ങി. അവൾ ആദ്യം മുബിയോട് ഓക്കെ പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. അവൾ സമതിൻ്റെ പ്രവൃത്തികളൊക്കെ ഓർത്തെടുത്തു. അതിലൊന്നും അവൾക്ക് സ്നേഹമോ പ്രണയമോ കാണാൻ കഴിഞ്ഞില്ല. കീഴടക്കാനുള്ള ഒരു തരം ആവേശം മാത്രമായിരുന്നു. ഓർക്കും തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ ആവുന്നില്ലായിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അപ്പോഴും ഉള്ളിലെവിടെയോ ചെറിയൊരു പ്രതീക്ഷ തെളിയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു ദിവസമല്ലേ ആയുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ഇവരെ ഈ പെരുമാറ്റമൊക്കെ മാറിയാലോ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ സ്വയം സമാധാനിച്ചു. എന്നാൽ കാലം അവൾക്കായി കാത്തുവെച്ചിരിക്കുന്നത് ഇതിലും വലുതാണെന്ന് ആ പാവം പെണ്ണ് അറിയുന്നില്ലായിരുന്നു. എന്താ, വലിയ ആലോചനയിലാണല്ലോ. റൂമിലേക്ക് വന്ന സമതിൻ്റെ ശബ്ദം ആണ് ഷാനിയെ സ്വബോധത്തിലേക്ക് കൊടുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് വെപ്രാളത്തോടെ എണീറ്റു. പേടിച്ചോ? അവിടെ ഇരിക്കടോ. അവളുടെ അടുത്തായി വന്നിരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ്റെ അടുത്തിരുത്തിക്കൊണ്ട് തോളിലൂടെ കൈയിട്ടവൻ ചേർത്ത് പിടിച്ചു. ഷാനി ഷാളിൻ്റെ തലഭാഗം കൊണ്ട് മുഖമൊക്കെ തുടച്ചു. അല്ല, വീട്ടിൽ നിന്ന് പോന്നതിൻ്റെ സങ്കടം മാറിയില്ലല്ലേ? ഒക്കെ ശരിയാവും. ഇവിടെ ഒന്ന് പൊരുത്തപ്പെട്ട് വന്നാലേ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നാതാവും. ഒരു ചിരിയോടെ അത് പറയുമ്പോഴും അവൻ്റെ കൈകൾ അവളിൽ അലയുന്നുണ്ടായിരുന്നു. ഷാനിയൊന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. എന്നാൽ അവൻ്റെ ഓരോ കൈയും ഓരോ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതും അറിയേ അവളുടെ ഹൃദയമിടിപ്പ് ഏറെ വരുന്നുണ്ടായിരുന്നു. നിൻ്റെ ഇപ്പോഴത്തെ ഈ മൂഡൊക്കെ ഞാൻ മാറ്റി നല്ല റൊമാൻറ്റിക് മൂഡാക്കി തരാം. ഞാൻ ഇന്ന് രാവിലെ ഒന്നും കൂടി ചെയ്യണമെന്ന് കരുതിയതാ. ക്ഷീണം കാരണം ഒന്നും പറ്റിയില്ല. പകരം നമുക്കിപ്പോൾ ഒന്നുകൂടി നോക്കാം. അവൻ അത് പറയുന്നതിനോടൊപ്പം തന്നെ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഷാനിക്ക് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അവൾ അവനെ തടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാതിലിൽ മുട്ട കേൾക്കുന്നത്. നാശം, ആരെ ഈ നേരത്തെ? അതും പറഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്ന് എണീറ്റ് അഴിയാറായ മുണ്ട് നേരെ മടക്കിയെടുത്തു. സമതിന് അവൻ്റെ പ്രവൃത്തിയിൽ തടസ്സം വരുത്തിയതിൻ്റെ അമർഷമായിരുന്നെങ്കിൽ ഷാനിക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമായിരുന്നു. അവൾ വേഗം ബെഡിൽ നിന്നും എണീറ്റു. മാമി. സാജിദയുടെ മോൻ ഫൈഹാൻ്റെ ശബ്ദം കേട്ടപ്പോൾ സമത് ഷാനിയോട് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. മാമിയെ ഉമ്മമ്മ വിളിക്കണ്ടിട്ടോ. അതും പറഞ്ഞുകൊണ്ട് ഫൈഹാൻ താഴേക്ക് ഓടിപ്പോയി. ഷാനി ബെഡിൽ ഫോൺ നോക്കിയിരിക്കുന്ന സമതിനെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് നടന്നു. താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ഹാളിൽ എല്ലാവരോടുമായി സംസാരിച്ചിരിക്കുന്ന ഉപ്പ ശംസുദ്ദീനെയും അദ്ദേഹത്തിനപ്പുറമായി ഇരിക്കുന്ന അനിയൻ ഷാഫിയെയും ഷാനി കണ്ടു. അവരെ കണ്ട നിമിഷം അവളുടെ കാലുകൾക്ക് വേഗതയേറി. പടികൾ ഓടിയിറങ്ങി വരുന്നവളെ കണ്ട് എണീറ്റ് നിന്ന ഉപ്പയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനി കരഞ്ഞു പോയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.